മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും പ്രസിഡന്റ് ആരാണെന്ന കാര്യത്തിൽ യുഡിഎഫിൽ ധാരണയായി. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് രാത്രിയോടെ ഉണ്ടാകും. മൂവാറ്റുപുഴ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തിൽ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും പ്രസിഡന്റ് ആരെന്ന കാര്യത്തിൽ യുഡിഎഫിൽ ധാരണയായി. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് രാത്രിയോടെ ഉണ്ടാകും. ആയവന പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം ജീമോൻ പോൾ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. മഞ്ഞള്ളൂരിൽ ടോമി തന്നിട്ടമാക്കലായിരിക്കും പ്രസിഡന്റ്. ആറക്കുഴിയിൽ സാബു പുത്തൂർ പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിച്ചു. വാളകം പഞ്ചായത്തിൽ രജിത സുധാകരൻ തന്നെയാകും പ്രസിഡന്റ് സ്ഥാനം നൽകുക. ആവോലിയിൽ ജോജി ജോസ് കുറുപ്പാമഠത്തിനെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. മാറാടി, പായിപ്ര, കല്ലൂർക്കാട് പഞ്ചായത്തുകളിലാണ് തീരുമാനം വൈകുന്നത്. മാറാടിയിൽ പ്രസിഡന്റ് സ്ഥാനം പങ്കുവയ്ക്കാനാണ് ധാരണയായിട്ടുള്ളത്. ജിഷ പുള്ളോർക്കുടിയിൽ ഷാൻഡി എബ്രഹാം എന്നിവരെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. എന്നാൽ ആദ്യം ആരായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയെന്നതിലാണ് തീരുമാനം വൈകുന്നത്. പായിപ്രയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗും കോൺഗ്രസും പങ്കിടും. ആദ്യത്തെ 2.5 വർഷം വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ ചർച്ച തുടരുകയാണ്. മൂവാറ്റുപുഴ നഗരസഭ, മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ ചെയർപേഴ്സൺ, പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാകും അന്തിമ തീരുമാനം. കല്ലൂർക്കാട് പഞ്ചായത്തിൽ നിലവിൽ യുഡിഎഫ് 5, എൽഡിഎഫ് 5, ബിജെപി 2, സ്വതന്ത്രർ 2 എന്നിങ്ങനെയാണ് കക്ഷിനില. സ്വതന്ത്രരെ കൂടെ നിർത്തി ഭരണം പിടിക്കാനുള്ള ശ്രമമാണ് യുഡിഎഫ് നേതാക്കൾ നടത്തുന്നത്. പലവട്ടം ചർച്ചകൾ നടന്നെങ്കിലും അന്തിമ തീരുമാനമായിട്ടില്ല. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.